നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ദീർഘാക്ഷരങ്ങളായ അലിഫ്, യാ, വാവ് എന്നീ അക്ഷരങ്ങൾ ഉപയോഗിച്ച് നാം നീട്ടി വായിച്ചു. അതായത് 28 അക്ഷരവും നീട്ടി വായിക്കുക തന്നെ ചെയ്ത്. അതായത് ആ അലിഫിനെ അലിഫ് കൊടുത്ത് നീട്ടി ആ, അലിഫിനെ യാ കൊടുത്ത് നീട്ടി ഈ, അലിഫിന് ലമ്മ കൊടുത്ത് വാവ് കൊടുത്ത് നീട്ടിയപ്പം ഊ, ആ, ഈ, ഊ, ബാ, ബി, ബൂ, താ, തീ, തൂ, ഇങ്ങനെ അവസാനം വരെ ആ 28 അക്ഷരവും നാം പഠിച്ചിരുന്നു. ഇനി ഇതിനകത്ത് ദിത്വം എന്ന് പറഞ്ഞാൽ ഇരട്ട ഫത്തഹ്, 2 ഫത്തഹ് കൊടുത്ത് നമ്മൾ വായിക്കുമ്പം എങ്ങനെ വായിക്കും, ഇതാണ് നമ്മുടെ ഇന്നത്തെ പഠനം. ഇത് ഹംസാണ്. 2 തൻവീൻ ഫത്തഹ് വരുമ്പോൾ തൊട്ടു പുറകെ വരുന്ന ഒരു അലിഫിനെ എഴുതാറുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം. ഇതിൻ്റെ തൻവീൻ ഫത്തഹ്, 2 ഫത്തഹ്, തൻവീൻ ഫത്തഹ്. ഈ തൻവീൻ ഫത്തഹിന് ശേഷം അറബ് ഭാഷയിൽ ഒരലിഫിനെ എഴുതാറുണ്ട്. അതുകൊണ്ട് ഇതിനെല്ലാം അവസാനം വരെയും കൊടുത്തിട്ടുണ്ട് ഒരു അലിഫിനെ. ആ അലിഫിന്, ഈ അലിഫിന് ഉച്ചാരണമില്ല. ഉച്ചാരണം എന്ന് ഉദ്ദേശിക്കുന്നത് ആ, ഈ, ഓ, എന്നൊന്നും ഈ അക്ഷരത്തിന്, ഈ അലിഫിനെ വായിക്കത്തില്ല. എന്നോട് പറയും, അവസാനം കാണുന്ന ഒറ്റ അക്ഷരത്തിനും ഉച്ചാരണം കൊടുക്കത്തില്ല. ഒന്നുകൂടെ പറയാം. ആണ്ടേ, ഇതെല്ലാം അലിഫ, ഇതെല്ലാം അവസാനം വരെയും കൊടുത്തിരിക്കുക അലിഫ്. ഈ അലിഫിനൊന്നും ഉച്ചാരണമില്ല. ഉച്ചാരണം എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ പറയാം. നമ്മൾ ആദ്യം പഠിച്ച് അകാരം, ഇകാരം, ഉകാരം, നിസ്വരം കൊടുത്തപ്പം ആ, ഈ, ഉ, എന്നെല്ലാം പഠിച്ച്. പക്ഷേ ഇവിടെ അലിഫിനെ കണ്ടാൽ ഇതിന് അകാരം, ഇകാരം, ഉകാരം, സുക്കൂൻ, നിസ്വരം ഒന്നും കാണത്തില്ല. എന്ന് പറഞ്ഞാൽ ഈ അലിഫിനെ എഴുതും, പക്ഷെ ഉച്ചാരണമില്ല. ഇത്രയും മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ വരുന്ന കുഴപ്പം, നമ്മൾ ഇങ്ങനൊരു അലിഫിനെ, ഈ തൊട്ടുപുറയുള്ള അലിഫിനെ നമ്മൾ കാണുമ്പം അതിൻ്റെ ഫത്തഹ എവിടെയാണ്, എങ്ങനെയാണ് വായിക്കുന്നത്, അതിനുള്ള പിന്നെ ഫത്തഹ എവിടെ, കസർ എവിടെ, ലമ്മ എവിടെ, സുക്കൂൻ എവിടെ എന്ന് നമ്മൾ ഇതിനെയൊക്കെ ചിന്തിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ അലിഫിനെ എഴുതാറുണ്ട്, പക്ഷെ അതിനെ ഉച്ചരിക്കാറില്ല. അവസാനം വരെയുള്ള അക്ഷരത്തിനും തൻവീൻ 2 ഫത്തഹിന് ശേഷം വരുന്ന ഈ അലിഫിന് ഉച്ചാരണം കൊടുക്കത്തില്ല. ഒന്നും കൂടെ പറയാം. ഉച്ചാരണം എന്ന് പറഞ്ഞാൽ ഈ അലിഫിനെ ആ, അകാരം, ഇകാരം, ഉകാരം, നിസ്വരം, അതായത് ആ, ഈ, ഉ, എന്നൊന്നും പറയത്തില്ലെന്ന്. ഇനി ഞാൻ വിഷയത്തിലേക്ക് പോകാറ്. ഇപ്പം ഇങ്ങനെ എഴുതി, ഇങ്ങനെ അങ്ങോട്ട് നീട്ടി എഴുതിയിട്ട് ഒരു ഹംസിനെ എഴുതിയാൽ ഒരു ഫത്തഹ് കൊടുക്കുമ്പോൾ ആന്ന് വായിക്കും. 2 തൻവീനെ കൊടുക്കുമ്പം അൻ, അൻ, വെറും അന്നെന്നല്ല, ഒരു അൻ, 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 ഉണ്ടോ? ഇങ്ങനെ വെട്ടി പറയാം. അൻ, ഉണ്ടോ? ഇങ്ങനെ അങ്ങനെ അന്നാ പറയുന്നത്. ഇത് ഹംസാണ്. ഈ അലിഫിൻ്റെ മുകളിലും അലിഫിൻ്റെ താഴെയൊക്കെ നമ്മൾ ഹംസിനെ എഴുതുമെന്നൊക്കെ പഠിച്ചായിരുന്നു. ഹംസ ഒറ്റയായിട്ടും വരുമെന്ന് പറഞ്ഞ്, ഈ ഒറ്റയായിട്ട് വരുന്ന ഹംസിനെയാണ് ഇങ്ങനെ എഴുതാറുണ്ട്. ഇങ്ങനെ എഴുതിയാൽ ഇത് ഹംസാണ്, ഇത് ഹംസ എന്ന് പറയും. അലിഫിന് ആ ഹംസ എന്ന് പറയുന്നത്. ഇപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അൻ, വെറും അന്നെന്നല്ല പറയേണ്ടത്. പിന്നെ എങ്ങനെ പറയും? അൻ, ഉണ്ടോ? അൻ. ഇതിന് ശേഷം ഒരു അലിഫിനെ എഴുതിയിട്ടുണ്ട്. ഈ അലിഫിന് ഉച്ചാരണമില്ല. നമ്മൾ വായനയെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അലിഫ് ഉണ്ട്. ഒരു അറബ് ഭാഷ നമ്മൾ വായിക്കുക. അറബ് ഭാഷ വായിക്കാനും എഴുതാനും ഒക്കെ ആണല്ലോ ഈ പഠിക്കുന്നത്. ഈ ഒരു അലിഫിനെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതിൻ്റെ അകാര ചിഹ്നം എവിടെ, ഇകാര ചിഹ്നം എവിടെ, ഉകാര ചിഹ്നം എവിടെ എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ അങ്ങനെയുള്ള ചിന്ത വേണ്ട, ഇതിന് ഉച്ചാരണമില്ല. ഇതാണ് നമ്മൾ ഇന്നത്തെ പഠനം. തൻവീൻ ഇരട്ട ദിത്വത്തിന് ശേഷം, തൻവീൻ ഫത്തഹിന് ശേഷം, തൻവീൻ 2 ഫത്തഹിന് ശേഷം ഒരു അലിഫിനെ ഉപയോഗിക്കും. ഈ അലിഫിന്
ഉച്ചാരണമില്ല. ഈ അലിഫിനെ വായിക്കത്തില്ല, ഉച്ചരിക്കത്തില്ല, പറയത്തില്ല. ഇനി ഇതിൽ കൂടുതൽ ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തണ്ടല്ലോ. ഈ ഒരു അലിഫിന് വേണ്ടി മാത്രമാണ് ഇത്രയും നേരം സംസാരിച്ചത്. ഇല്ല, എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. കാരണം ഇതുപോലുള്ള ഒരു അലിഫിനെ ഞാൻ കാണുമ്പം ഞാൻ അതിലോട്ട് നോക്കിയിരിക്കും. അടുത്ത് എനിക്ക് വായിക്കാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ അകാര ചിഹ്നം എവിടെ, അകാര ഇതാ ആ നാന്നോ ഈ നാന്നോ ഊ നാന്നോ വായിക്കുന്നത് എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. നടക്കത്തില്ല. അപ്പം അന്നേരം നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഈ അലിഫുണ്ട്. അലിഫിന് തൻവീൻ ഫത്തഹിന് ശേഷം വരുന്ന ഈ അലിഫിന് ഉച്ചാരണമില്ല. ഇതിപ്പം അൻ, അലിഫ് ഇല്ലെങ്കിലും അന്ന് തന്നെ വായിക്കുന്നത് കണ്ടോ. അലിഫ് ഇല്ലെങ്കിലും അന്ന് വായിക്കും, അലിഫ് ഉണ്ടെങ്കിലും അന്നെന്ന് വായിക്കും. അൻ വെറും അന്നെന്നല്ല, അൻ 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 കണ്ടോ. അലിഫ് ഉണ്ടെങ്കിലും അലിഫ് ഇല്ലെങ്കിലും അന്ന് വായിക്കും, അലിഫ് ഉണ്ടെങ്കിലും അന്ന് വായിക്കും. അൻ കണ്ടോ, അന്നാണ് വായിക്കുന്നത്. അലിഫ് ഇല്ലെങ്കിലും അന്ന് വായിക്കും, അലിഫ് ഉണ്ടെങ്കിലും അന്ന് വായിക്കും. അലിഫ് ഇല്ലെങ്കിലും അന്ന് വായിക്കും, അലിഫ് ഉണ്ടെങ്കിലും അന്ന് വായിക്കും. അന്നേരം ഈ അലിഫിന് ഒന്നും കൂടെ പറയാണ്, ഈ അലിഫിന് 2 ഫത്തഹിന് ശേഷം എഴുതുന്ന തൻവീൻ, ഫത്തഹിന് ശേഷം എഴുതുന്ന ഈ ഒരു അലിഫിന് ഉച്ചാരണമില്ല. ഉച്ചാരണമില്ലെന്ന് പറഞ്ഞാൽ അതിനെ ഒന്നും വായിക്കത്തില്ല, പറയത്തില്ല, ഉച്ചരിക്കത്തില്ല. ആ ഈ ഉ എന്നൊന്നും പറയത്തില്ല. ഇതിൽ കൂടുതൽ ഞാൻ വിശദീകരിക്കണ്ടല്ലോ. അപ്പം അൻ, അൻ വെറും അന്നല്ല, അൻ അൻ ഉണ്ടോ. അൻ അലിഫ് ഇല്ലെങ്കിലും പറയും, അലിഫ് ഉണ്ടെങ്കിലും അന്ന് പറയും. അലിഫ് ഇല്ലെങ്കിലും അന്ന് വായിക്കും, അലിഫ് ഉണ്ടെങ്കിലും അന്ന് വായിക്കും. അൻ 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 അൻ. അടുത്തത് ബാ. 2 തൻവീൻ ഫത്തഹ് കൊടുത്തപ്പം ബൻ, ബൻ. ഇത് ബൻ ആയിരിക്കാം, ബൻ. അലിഫ് ഉണ്ടെങ്കിലും ബൻ വായിക്കും, അലിഫ് ഇല്ലെങ്കിലും വായിക്കും. ബൻ 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 ബൻ. അൻ അൻ ബൻ 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 ബൻ. ഒന്നുകൂടെ പറയാം. ബ എന്നുള്ള അക്ഷരമാണ് തൻവീൻ ഫത്തഹ്, ദിത്വം, അകാര ചിഹ്നം ഇരട്ടിപ്പിക്കാൻ കൊടുക്കുന്ന ഇത് ചിഹ്നം കൊടുക്കുമ്പോൾ ഒരു അലിഫിനെ എഴുതും. ഈ അലിഫിന് ഉച്ചാരണമില്ല. അലിഫിനെ വായിക്കത്തില്ല, പറയത്തില്ല, ഉച്ചരിക്കത്തില്ല. ഈ അലിഫ് ഇല്ലെങ്കിലും ബൻ എന്ന് വായിക്കും, അലിഫ് ഉണ്ടെങ്കിലും ബൻ എന്ന് വായിക്കും. ബൻ 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 ബൻ. അൻ 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 ബൻ 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 ബൻ. അടുത്ത് താ എന്നുള്ള അക്ഷരം 2 പുള്ളി മുകളിലുള്ള താ ഉണ്ടോ. ഇത് തൻ, തൻ. അലിഫ് ഉണ്ടെങ്കിലും തൻ എന്ന് വായിക്കും. തൻ 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 തൻ. അപ്പം നമ്മളിങ്ങനെ നീട്ടി എഴുതും, താഴെ എഴുതിയിട്ട് അങ്ങ് നീട്ടി എഴുതും മുകളിലോട്ട്. ഇനി അടുത്ത എപ്പിസോഡിൽ എഴുത്തിനെ സംബന്ധിച്ചാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോഴത്തേക്ക് ബുക്കും പേനായുമായിട്ട് വരണം. നല്ല സ്റ്റൈലൻ എഴുത്ത്, അടിസ്ഥാനമായിട്ടുള്ള എഴുത്ത് ഞാൻ അധ്യാപകർക്കുൾപ്പെടെ ഞാൻ പഠിപ്പിക്കും. അതായത് മദ്രസയിലെ ഉസ്താദന്മാർ പോലും ആ എഴുത്തിൻ്റെ കാര്യത്തിൽ ചെറിയ പിന്നോക്കമാണ്. അത് ഞാൻ പഠിപ്പിക്കും. അത് ഞാൻ പിന്നെ അടുത്തതിനകത്തിലേ വിശദീകരിക്കത്തുള്ളൂ. അപ്പോൾ ഇത് തൻ എന്ന് വായിക്കും, തൻ. ഒന്നുകൂടെ പറയാം, അടുത്ത നിങ്ങൾ വീഡിയോ കാണാനിരിക്കുമ്പോൾ ബുക്കും പേനായിട്ട് വരണം. അന്നേരമാണ് നമ്മൾ എഴുത്ത് പ്രത്യേകം പഠിക്കുന്നത്. അറബ് ഭാഷയുടെ എഴുത്ത് തുടങ്ങുന്ന അടുത്ത വീഡിയോയിലാണ്. അപ്പം തൻ 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 ബൻ 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 തൻ 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 തൻ. അടുത്തത് ഹൻ, ഹൻ, ഹൻ. വായി കൂടെ കാറ്റ് പുറപ്പിടിച്ച് വരണം. ഹൻ
സൻ സൻ അല്ല, അലിഫ് ഇല്ലെങ്കിലും സൻ എന്ന് വായിക്കും, അലിഫ് ഉണ്ടെങ്കിലും സൻ എന്ന് വായിക്കും. സൻ 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 സൻ. ഇപ്പം സൻ എന്നാണ് എഴുതിയേക്കുന്നത്. അതിന് ശേഷം തൻവീൻ ഫത്തഹിന് ശേഷം ഒരു അലിഫിനെ എഴുതും. ഈ അലിഫിന് ഉച്ചാരണമില്ല. ഉച്ചാരണം എന്ന് പറഞ്ഞാൽ വായിക്കത്തില്ല, പറയത്തില്ല. എങ്ങനെ പറയത്തില്ല? ആ ഇ ഉ എന്നൊന്നും ഈ അക്ഷരത്തെ പറയത്തില്ല. ഈ അലിഫിനെ ആ ഇ ഉ എന്നൊന്നും പറയത്തില്ല. ഈ അലിഫിനെ ആ ഇ ഉ ഒന്നും ഉച്ചരിക്കത്തില്ല. കണ്ടോ? ഉച്ചരിക്കത്തില്ല, പറയത്തില്ല. സൻ, വായിക്കൂടെ കാറ്റ് പറഞ്ഞ സൻ 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 സൻ. ബൻ ബൻ തൻ തൻ സൻ സൻ. ജൻ 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 ജൻ. ഇവിടെയും അലിഫുണ്ട്. ഇത് അവസാനം വരെ അലിഫ് കൊടുത്തപ്പോൾ ഉണ്ട്. ഇതിലൊന്നും ഉച്ചാരണമില്ല. ഈ അലിഫിന് അവസാനം വരുന്ന ഈ തൻമീൻ ദിത്വം അകാര ചിഹ്നം രണ്ട് ഫത്തഹിന് ശേഷം വരുന്ന ഈ അലിഫിന് ഉച്ചാരണമില്ല. ഈ അലിഫിനെ വായിക്കത്തില്ല. ഈ അലിഫിനെ ഒന്നും പറയത്തില്ല. ആ ഇ ഉ എന്നൊന്നും ഈ അലിഫിനെ പറയത്തില്ല. ഈ അലിഫിനെയും പറയത്തില്ല. ഈ അലിഫിനെയും പറയത്തില്ല. ഒരലിഫിനെയും ശേഷം വരുന്ന രണ്ട് ഫത്തഹിന് ശേഷം വരുന്ന ഒരലിഫിനും ഉച്ചാരണമില്ല. ഇപ്പോൾ മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ജൻ 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 ജൻ. അടുത്തത് ഹൻ ഹ ഹ ഹൻ ഹൻ ഹൻ. ഇത് ഹ ജീമ് ഹ ഹൻ 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 എന്നാണ്. ഇത് താഴോട്ടുള്ളത് ഇവിടെ വെച്ച് ഈ അലിഫുമായിട്ട് ഇങ്ങനെ ചേർത്ത് എഴുതിയിരിക്കുകയാണ്. ഈ അലിഫിന് ഉച്ചാരണമില്ല. അലിഫിനെ ഒന്നും പറയത്തില്ല. ആ ഇ ഉ എന്നൊന്നും ഈ അലിഫിനെ പറയത്തില്ല, ഉച്ചരിക്കത്തില്ല. ഹൻ, തൊണ്ടയ്ക്കൂടെ ഹ ഹൻ 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 ഹൻ. അടുത്തത് ഖൻ, ഖ ആണ്. ഇത് ജീമ് ഹ ഖ കാർക്കിച്ച് പറയും. ഖ ഖൻ 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 ഖൻ. അതുകൊണ്ട് ഇങ്ങനെ ഒരു അലിഫിനെ കണ്ടാൽ ഇതിൻ്റെ ഫത്തഹും കസറും ലൊമ്മും നോക്കിക്കൊണ്ടിരിക്കണ്ട. അതിന് ഉച്ചാരണമില്ല. എഴുതുമ്പോൾ എഴുതും, എഴുതുമ്പോൾ എഴുതും, ഉച്ചാരണം ഇല്ല. അത് എല്ലാ ഭാഷയ്ക്കും ഉണ്ട് ആ ഓരോ വ്യത്യാസം. എഴുതുന്ന ഒരുപോലെ വായിക്കുന്ന വേറൊരു രീതിയിലാണ്. ഇപ്പം ഇംഗ്ലീഷിനും ഉണ്ട്, അറബിനും ഉണ്ട്. എല്ലാ ഭാഷകൾക്കും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എല്ലാം നേർക്ക് നേരെ ഒരുപോലെയല്ല നമ്മൾ വായന. കണ്ടോ? ഖൻ 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 ഖൻ. അടുത്തത് ദൻ, ദാല്. ദൻ 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 ദൻ. രണ്ടും ഒരുപോലെ സമം സമം സമം. ദൻ ദൻ. ഇല്ലേലും ദൻ വായിക്കും, ലൊണ്ടയിലും ദൻ വായിക്കും. ദൻ ദൻ. അടുത്തത് റൻ 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 റൻ. അലിഫ് ഇല്ലെങ്കിലും റൻ വായിക്കും, അലിഫ് ഉണ്ടെങ്കിലും റൻ വായിക്കും. അലിഫ് ഇല്ലെങ്കിലും റൻ വായിക്കും, അലിഫ് ഉണ്ടെങ്കിലും റൻ വായിക്കും.
ദൻ ലൻ ദൻ ലൻ ദൻ ലൻ. അടുത്തത് റൺ റോ റോ വാ നിറച്ച് ഫുൾ വോളിയം ഫുൾ ശബ്ദം കിട്ടും. റൺ 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 കണ്ട ശേഷമൊക്കെ അലിഫ് വരുന്നുണ്ട്. ഈ അലിഫിന് ഉച്ചാരണമില്ല, നേരത്തെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. റൺ അലിഫ് ഇല്ലെങ്കിലും റൺ എന്ന് വായിക്കുന്നു, അലിഫ് ഉണ്ടെങ്കിലും റൺ എന്ന് വായിക്കുന്നു. റൺ 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 റൺ. അടുത്തത് സൻ സ സ സൻ 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 സ സ സൻ 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 സൻ. അടുത്തത് സീന് സീനാണ്. സീനിന് രണ്ട് ലോമ് രണ്ട് ഫത്തഹ കൊടുത്തപ്പോൾ നമ്മൾ വയ്ക്കുക. സൻ സൻ സൻ. ഇവിടെ അലിഫുണ്ട്, അലിഫിന് ഉച്ചാരണമില്ല. സൻ 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 ഉണ്ടോ? സൻ 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 സൻ. അടുത്തത് ഷ ഷീന് ഷീ ഷീ ഷീന് ഷൻ 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 ഷൻ. അടുത്തത് സ്വാദ്. സ്വാദ് എന്നുള്ള അക്ഷരം നമ്മൾ പഠിച്ചു. നമ്മൾ വേറൊരു ഘടനയിൽ ആദ്യം പഠിച്ചത്. ഇപ്പോൾ അലിഫ് ചേർത്ത് വരുമ്പം ഇങ്ങനെ എഴുതും. ഇതിൻ്റെ എല്ലാം അവസാനം അലിഫുണ്ട്. ഈ അലിഫിനെ ഇങ്ങനെ ചേർത്ത് എഴുതും. ആ അലിഫിന് ഉച്ചാരണമില്ല. അപ്പം സ്വൻ വെറും സൻ എന്നല്ല, സൻ എന്നല്ല പറയേണ്ടത്. സ്വ സ്വ വാ നിറച്ച് ഫുൾ വോളിയം ഫുൾ ശബ്ദം. സ്വൻ സ്വ 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 സ്വൻ സ്വൻ. കണ്ട അലിഫ് ഇല്ലെങ്കിലും സ്വൻ എന്ന് വായിക്കും, അലിഫ് ഉണ്ടെങ്കിലും സ്വൻ എന്ന് വായിക്കും. സ്വൻ 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 സ്വൻ. ഇത് ലാദ് ലാദ് ലാ 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 ലൻ ലൻ ലൻ. നാക്ക് സൈഡിലേക്ക് ചേർത്ത് വരണം. ലൻ 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 ലൻ. സ്വൻ സ്വൻ ലൻ ഉണ്ടോ? സ്വൻ സ്വൻ ലൻ ലൻ. ഇത് ത്വാ ത്വാ ത്വൻ ത്വൻ. അലിഫുണ്ട്, അലിഫിന് ഉച്ചാരണമില്ല. ത്വൻ 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 ത്വൻ. അടുത്തത് ലൻ 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 ഉണ്ടോ? ലൻ 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 ലൻ. ഈ കാണുന്ന ഒരു അവസാനം കാണുന്ന ഒരു അലിഫിനും ഒറ്റ അലിഫിനും ഉച്ചാരണമില്ല. ആ ഈ ഉ എന്നൊന്നും പറയത്തില്ല. എഴുതുമ്പോൾ എഴുതാറുണ്ട്, പക്ഷെ ഉച്ചാരണത്തിൽ ഇല്ല. അടുത്തത് ഐന്. നമ്മൾ ഐൻ എന്നുള്ള അക്ഷരം പഠിച്ചു. ഐൻ. ഇത് ഐനാണ്. ഐൻ അലിഫിനെ ചേർത്ത് എഴുതും. ആൻ വെറും അന്നെന്നല്ല, അന്നെന്നല്ല പറയേണ്ടത്. അൻ 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 അൻ
അൻ അൻ അൻ അൻ അൻ അൻ അൻ അൻ അൻ അല്ല അൻ 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 ഇത് റൻ 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 അടുത്തത് ഫ ഫ എന്നുള്ള അക്ഷരമാണിത് ഫ ഫൻ 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 അലിഫില്ലെങ്കിലും ഫൻ വായിക്കും, അലിഫുണ്ടെങ്കിലും വായിക്കും. ഫൻ ഫൻ ഫൻ. അടുത്തത് ക്വാഫ് ക്വാഫ് ക്വ 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 ക്വാഫ് ക്വൻ 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 ഫൻ ഫൻ ക്വൻ 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 ക്വൻ. ഇത് ഞാൻ പറഞ്ഞ് കൂട്ടക്ഷരമായിട്ട് വരുമ്പം കൂട്ടക്ഷരമായിട്ട് എഴുതുമ്പോൾ ഈ കാഫിനെ ഇതിൽ കാഫാണ് 4 സൈസ് 4 വിധം കാഫിനെ പറ്റി ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ. ഇതും കാഫാണ്. ഇത് കാഫാണ്. ഇങ്ങനെ കൂട്ടക്ഷരമായിട്ട് വരുമ്പോൾ ഇങ്ങനെ അരിഫൂടെ ചേർത്ത് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും. ആ ഒരു വ്യത്യാസം ഒന്ന് മനസ്സിലാക്കുക, ആ ഡിഫറൻസ്. കാഫ് കാഫ് കൻ കാഫ് കൻ കാഫ് കൻ അലിഫുണ്ടായാലും കൻ വായിക്കും. കൻ 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 കാഫ് 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 കൻ 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 ലാമ് ലൻ ലൻ കണ്ട ഇങ്ങനെ അകത്തോട്ട് കയറ്റി എഴുതാറുണ്ട്. അലിഫിനെ ലാമിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കയറ്റി എഴുതാറുണ്ട്. അലിഫിന് ഉച്ചാരണമില്ല, പക്ഷെ അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കയറ്റി ചേർത്ത് എഴുതാറുണ്ട്. ലൻ 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 കണ്ട ലൻ 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 ലൻ. ഇത് മീം. നമ്മൾ മീം എന്നുള്ള അക്ഷരം പഠിച്ച് ഇത് മൻ മൻ. അലിഫ് ഉണ്ടെങ്കിലും മന്നെന്ന് പറയും, അലിഫ് ഇല്ലെങ്കിലും മന്നെന്ന് പറയും. അലിഫ് ഇല്ലെങ്കിലും മന്നെന്ന് പറയും, അലിഫ് ഉണ്ടെങ്കിലും മന്നെന്ന് പറയും. ഈ അലിഫിനൊന്നും ഉച്ചാരണമില്ല. തൻവീൻ ഫതഹിന് ശേഷം അലിഫ് വന്നാൽ ഈ അലിഫിന് ഉച്ചാരണമില്ല, പറയത്തില്ല, ഉച്ചരിക്കത്തില്ല. ആ ഇ ഉ എന്നൊന്നും പറയത്തില്ല. ഇത് മൻ മൻ കണ്ടോ, ഇത് മൻ എന്നാണ് എഴുതിയേക്കുന്നത്. ഇത് നൂന്. നമ്മൾ നൂൻ എന്നുള്ള അക്ഷരം പഠിച്ച് ആ സാധനമായത് നൂന്. നൻ 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 നൻ. ഇപ്പം 2 ഫതഹിന് ശേഷം അലിഫ് വരുന്നുണ്ട്. ഈ അലിഫിന് ഉച്ചാരണമില്ല, അലിഫിനെ ഒന്നും പറയത്തില്ല. ആ ഇ ഉ എന്നൊന്നും നോക്കിയാൽ ഇതിന് ഫതഹും കസറും ഒന്നും കാണത്തില്ല. ഈ അലിഫിന് ഉച്ചാരണമില്ല, അലിഫിനെ പറയത്തില്ല. എഴുതുമ്പോൾ എഴുതും, ഉച്ചരിക്കത്തില്ല. നൻ 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 നൻ. നൂനാണ് നൻ നൂന് നൻ 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 നൻ. അടുത്തത് വാവ്. നമ്മൾ പഠിച്ച വാവ് വൻ വൻ കണ്ടോ വൻ 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 വൻ. ഇവിടെ അലിഫുണ്ട്. ഈ അലിഫിന് ഉച്ചാരണമില്ല, അലിഫിനെ ഒന്നും പറയത്തില്ല. ആ ഇ ഉ എന്നൊന്നും പറയത്തില്ല. 2 ഫതഹിന് ശേഷം അലിഫിനെ എഴുതും. അലിഫിനെ വായിക്കാറില്ല, വായിക്കത്തില്ല, പറയത്തില്ല, ഉച്ചരിക്കത്തില്ല. ആ ഇ ഉ എന്നൊന്നും നോക്കണ്ട, ഇല്ല, എഴുതത്തില്ല, പറയത്തില്ല. അപ്പം വൻ 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 വൻ. വാവ് വൻ. ഇത് ഹോ ഹോ ഹൻ ഹൻ ഹൻ
ഹൻ ഹൻ ഹൻ ഹൻ ഹൻ ഹൻ ഹൻ ഹൻ ഹൻ ഹൻ ഹൻ. ഇത് ഹൻ എന്നാണ് എഴുതിയേക്കുന്നത്. അലിഫുണ്ട്. അലിഫിന് ഈ അലിഫിന് ഉച്ചാരണമില്ല. ഈ അലിഫിനെ ഒന്നും പറയത്തില്ല, വായിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ആ ഈ ഉ എന്നൊന്നും പറയത്തില്ല. ഇത് യാ. നമ്മൾ ഈ താറാവിൻ്റെ കൂട്ടിരിക്കുന്ന ഒരു അക്ഷരം നേരത്തെ പഠിച്ചു. ഞാൻ ഒരു സാങ്കല്പികമായിട്ട് പറയുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി ഒരു ഉസ്താദ് താറാവിൻ്റെ കൂട്ടുള്ള അക്ഷരമൊന്നും പഠിപ്പിച്ചെന്നും പറയരുത്. ഞാൻ നിങ്ങൾക്ക് എളുപ്പമാകുന്നതിന് വേണ്ടി ഒന്ന് സൂചന തരുന്നതാണ്. ഇത് യാ എന്നുള്ള അക്ഷരമാണ്. അപ്പം ഒരു അലിഫിനെ എഴുതിയിട്ടുണ്ട്, ആ അലിഫിന് ഉച്ചാരണമില്ല. എൻ 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 എൻ. ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിച്ചു തരും, അക്ഷരവും പറഞ്ഞു തരും, വായിക്കും. ഒരു പ്രാവശ്യം വായിക്കത്തുള്ളൂ. ഇത് ഹംസാണ്. അൻ അൻ ഹംസ്. അൻ ബ ബൻ ത തൻ ഹ ഹൻ ജീം ജൻ ഹ ഹൻ ഖ ഖൻ ദാൽ ദൻ ലാൽ ലൻ റാ റൻ സായ് സൻ സീൻ സൻ ഷീൻ ഷൻ സ്വാദ് സ്വൻ ലാദ് ലൻ ത്വാ ത്വൻ ലാ ലൻ ഐൻ അൻ റൈൻ റൻ ഫാ ഫൻ ഖാഫ് ഖ്വൻ ഖാഫ് ഖ്വൻ കാഫ് കാഫ് കൻ ലാം ലൻ മീം മൻ നൂന് നൻ നൂന് നൻ. ഒന്നുകൂടെ വായിക്കാം. കണ്ടോ? അൻ ബൻ തൻ ഹൻ ജൻ ഹൻ ഖൻ ദൻ ലൻ റൻ സൻ സൻ ഷൻ സ്വൻ ലൻ ത്വൻ ലൻ അൻ റൻ ഫൻ ഖ്വൻ കൻ ലൻ മൻ നൻ. വാവ് വൻ 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 ഹോ ഹൻ വാവ് വൻ ഹോ ഹൻ യാ യൻ വാവ് വൻ ഹോ ഹൻ യാ യൻ. ഇത് നമ്മൾ ഓരോ വീഡിയോയും എൻ്റെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും അതേ വീഡിയോ തന്നെ വീണ്ടും ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടെയൊക്കെ ഒന്ന് ആവർത്തിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്നിടം വരെ ആവർത്തിക്കുക. എല്ലാവർക്കും ഞാൻ പറഞ്ഞു, എല്ലാവർക്കും ഒരുപോലൊന്നും മനസ്സിലാകണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോ ബുദ്ധിയും ഓരോ കഴിവുകളാണ്. ചിലർക്ക് പല പ്രാവശ്യം ആവർത്തിക്കുമ്പോഴേ അത് കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് ആവർത്തിക്കണം. ഇനി ഞാൻ കൂട്ടക്ഷരം ഞാനൊന്ന് പരിചയപ്പെടുത്തുക. ബ ഇതെല്ലാം കൂട്ടക്ഷരമായിട്ട് എഴുതിക്കുക. ബ ബ ബ ബ യ യ ബ ഇത് ബ ബ നമ്മൾ പഠിച്ചു. ബ എന്ന് ബ ബ എന്ന് വായിച്ചു. ബ ബി ബു എന്നൊക്കെ പഠിച്ചു. ഇത് യ ഇ യു യ യ ബ യ ബ യ ബ യ. നേരത്തെ ഇത് ഈ പദം എഴുതി നമ്മൾ പഠിച്ചിരുന്നു. അത് ഒറ്റ അക്ഷരമായിരുന്നു. നേരത്തെ ഞാൻ ഒറ്റ അക്ഷരമായിട്ടാണ് നിങ്ങളെ ഇത് പരിചയപ്പെടുത്തിയത്. ഇപ്പോൾ ഇത് കൂട്ടക്ഷരമായിട്ട് എഴുതുകയാണ്. ആ അന്നേരം കണ്ടൊന്നും മനസ്സിലാക്കിയാൽ മതി. ഞാൻ ആവർത്തിച്ച് പറഞ്ഞു തരും. ഇനി അത്
എനിക്ക് മനസ്സിലായില്ലെന്ന് പറയരുത്, അതിനു വേണ്ടിയാ. ഇത് ബാ ബ യാ രണ്ട് പുള്ളികൾ. നമ്മൾ നേരത്തെ താറാവിൻ്റെ കൂട്ടിരിക്കുന്ന ഒരു അക്ഷരമൊക്കെ പഠിച്ച്, ഇനിയിപ്പോൾ കൂട്ടക്ഷരമാകുമ്പോൾ ചുമ്മാ ഒരു വര ഇടത്തേ ഉള്ളൂ. ഒരു വര ഇട്ടിട്ട് രണ്ട് പുള്ളി താഴെ കൊടുത്താൽ ഉണ്ടോ. ബാഇനും അങ്ങനെ, ബാഇന് ഇങ്ങനെ ഒരു വര ഇട്ടിട്ട് രണ്ട് പുള്ളി കൊടുത്താൽ ഒരു പുള്ളി കൊടുത്താൽ, ബാഇന് താഴെ ഒരു പുള്ളി കൊടുത്താൽ ബാ എന്ന് വായിക്കും. ഇങ്ങനൊരു വര ഇട്ടിട്ട് ഒരു പുള്ളി കൊടുത്താൽ ബാ എന്ന് വായിക്കും. ഇങ്ങനൊരു വര ഇട്ടിട്ട് രണ്ട് പുള്ളി കൊടുത്താൽ യാ എന്ന് വായിക്കും. അന്നേരം ഇത് യാ ആണ്, ഇത് ബാ യാ ബാ യാ. സുക്കൂൻ കൊടുത്തപ്പം, നിസ്വര ചിഹ്നമായ സുക്കൂൻ കൊടുത്തപ്പം യ് ബാ യ് ബാ യ് ബാ യ്. ഇത് താ ഉണ്ടോ, മൂന്നും ഒരേ തോന്നുന്നു. ഇങ്ങനെ വന്ന് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഒരേ സ്റ്റെപ്പിൽ എഴുതുക. ഒരുപോലെ എഴുതുമ്പം ആ മൂന്നക്ഷരവും ഒരുപോലെ എഴുതിയിട്ട് ആ പുള്ളിയുടെ വ്യത്യാസത്തിലാണ് അക്ഷരങ്ങൾ വ്യത്യാസമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് താ തുൻ, താ താ തുൻ. ബാ യ് ബാ യ്. നമ്മൾ നേരത്തെ പറഞ്ഞ ബാ യ് എന്ന് ഇനി പറയത്തില്ല. ബൈത്തുൻ ചേർത്ത് വയ്ക്കണം, 10 പ്രാവശ്യം പറയണം. ബൈത്തുൻ 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 ബൈത്തുൻ. ബാ യ് ബാ യ്. ബൈ ബൈ ബൈ. ബാ ബൈത്തുൻ ബൈത്തുൻ. താ ബൈത്തുൻ ബൈത്തുൻ. 10 പ്രാവശ്യം എന്ന് പറഞ്ഞ്. ബൈത്തുൻ ബൈത്തുൻ ബൈത്തുൻ. എന്നോട് പറയാം, ഇത് ബാ ആണ്, ബാ. യാ ആണ്, യാ. അവസാനത്തെ 28ാമത്തെ അക്ഷരമാണ് യാ. യ് കൂട്ടക്ഷരമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യ് ബാ യ് ബാ യ്. ബൈ ബൈ ബൈ. തുൻ ബൈത്തുൻ ബൈത്തുൻ ബൈത്തുൻ. സ്പീഡിൽ വായിക്കണം, സ്പീഡിൽ 10 പ്രാവശ്യം. ബൈത്തുൻ 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 ബൈത്തുൻ. ആവർത്തിച്ച് വായിച്ച് റിപ്പീറ്റ്. ഇത് ലാമ് ലാ, ബാ ബാ. ഉണ്ട ലാമും ബാവും കൂടെ ചേർത്ത് എഴുതിയിരിക്കുക. ഇങ്ങനെ അങ്ങോട്ട് എഴുതിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് എഴുതത്തേ ഉള്ളു. ഉണ്ടോ. ലാമ് ലാ, ബാ ബാ, ലാ ബാ, ലാ ബാ, ലാ ബാ. ഇത് നൂന്, നൂൻ എന്നുള്ള അക്ഷരമായത്. നുൻ ലാ ബാ നുൻ, ലാ ബാ നുൻ, ലാ ബാ നുൻ, ലാ ബാ നുൻ. ചേർത്ത് വായിക്കുമ്പോൾ അങ്ങനല്ല വായിക്കേണ്ടത്. ലാ ബ നുൻ അല്ല, ലബനുൻ ലബനുൻ ലബനുൻ. 10 പ്രാവശ്യം, 10 പ്രാവശ്യം റിപ്പീറ്റ്. ലബനുൻ 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 ലബനുൻ. ജീമ് ജ. ഇത് ജീമാണ്, താഴോട്ട് ഇങ്ങനെ എഴുതുമായിരുന്നു, അത് പോയി. ഇനി നമ്മൾ കൂട്ടക്ഷരത്തിൽ ജീം ഇതാണ്, മറന്നു പോകരുത്, മാറിപ്പോകരുത്. ജീമ് ജീമ് ജ ബാ ബ ജ ബ ജ ബ. നേരത്തെ ഇതെല്ലാം ഞാൻ പരിചയപ്പെടുത്തിയ അത് ഒറ്റ അക്ഷരമായിരുന്നു. ലാമ് ലുൻ ജ ബ 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 ലുൻ. നല്ല ഇനി വായിക്കേണ്ടത് ജബലുൻ ജബലുൻ ജബലുൻ. 10 പ്രാവശ്യം, 10 പ്രാവശ്യം സ്പീഡ് വായി, സ്പീഡിൽ. ജബലുൻ 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 ജബലുൻ. ജബലുൻ ജബലുൻ ജബലുൻ. ജീമ് ജ ബാ ബ ലാമ് ലുൻ ജബലുൻ. അടുത്ത ജീമ് ജ. ജീമ് ജീം എന്നുള്ള അക്ഷരമാണ്. ജ യാ ഉണ്ട്, 2 പുള്ളി ഇങ്ങനെ കൊടുക്കത്തേ ഉള്ളൂ. ചുമ്മാ ഒരു വര വരച്ചിട്ട് 2 പുള്ളി കൊടുക്കുമ്പോൾ യാ എന്ന് വായിക്കണം. ഇത് യാ, ഇത് യാ ആണ്. യ് ജ യ് ജ യ് ജ യ്. ബാ ഉണ്ടോ, ഇതെല്ലാം ഒരുപോലെ അങ്ങ് എഴുതിയിരിക്കുക. ഒറ്റ വരെ നിൽക്കുന്നത് ഒരുപോലെ അങ്ങ് എഴുതി. ഈ ഒരു മുട്ട്, ഈ ഒരു തുമ്പ് കൊണ്ടാണ് അക്ഷരത്തെ വേർതിരിച്ച് മനസ്സിലാക്കുന്നത്.
അണ്ട ജീമിൻ്റെ ഇവിടം വെച്ച് തീർന്ന്, യാ ഇവിടെ വെച്ച് തീർന്ന്, ബാ ഇവിടെ വെച്ച് തീർന്ന്. ആ ഒരു ചെറിയ ഇംഗ്ലീഷ് പോലെ ഇതും ഇങ്ങനെ എളുപ്പമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പാടൊന്നുമില്ല. ഈ ആദ്യത്തെ ഇതുവരെയുള്ള ആ പഠിച്ച ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് പാടില്ല. അക്ഷരം ഉച്ചരിക്കാനുള്ള പാടേ ഉള്ളൂ, ഇനി പാടില്ല. അത് ഞാൻ ഒരുപാട് പ്രാവശ്യം നിങ്ങൾക്ക് ആവർത്തിച്ചു. അറിയാൻ വയ്യാത്തവരെ പഠിപ്പിക്കാൻ, അറിയാവുന്നവരെ പഠിപ്പിക്കാനല്ല എൻ്റെ ലക്ഷ്യം. അറിയാവുന്നവർക്ക് അന്നേരം ഇത്രയും പ്രാവശ്യം ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല. അന്നേരം ജ യ് ബുൻ ജിമ് ജ യാ യ് യാ യ് ബ ബു ബുൻ ബ ബുൻ ജിമ് ജ യാ യ് ബ ബുൻ ജയ്ബുൻ എഴുതിയേക്കണേ സ്പീഡ് വായിക്കണം. ജയ്ബുൻ 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 സ്പീഡ് വായിക്കണം. സ്പീഡ് വായിക്കണം 10 പ്രാവശ്യം. ജയ്ബുൻ 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 ജയ് ജയ്ബുൻ 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 ജയ് ജയ് ജയ്ബുൻ 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 ജയ്ബുൻ. ഉണ്ടോ? ബൈത്തുൻ ബൈത്തുൻ ലബനുൻ ബൈത്തുൻ ലബനുൻ ജബലുൻ ജയ്ബുൻ. ബൈത്തുൻ ബൈത്തുൻ ലബനുൻ ജബലുൻ ജയ്ബുൻ. അടുത്തത് യാ. നമ്മൾ യാ താറാവിൻ്റെ കൂട്ടിരിക്കുന്ന ഒരു അക്ഷരം എന്നൊക്കെ പറഞ്ഞു നേരത്തെ. ഇനി കൂട്ടക്ഷരമാണ്. ഞാൻ എപ്പോഴും ഓരോന്ന് പറഞ്ഞു തരുക. 2 പുള്ളി താഴെയുള്ള ഈ അക്ഷരത്തിൻ്റെ പേര് യാ. ഇതുണ്ടോ യാ, മറന്നു പോകരുത്. യാ 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 യാ. വാവ് വ് യാ വ് യാ വ്. മീമ് മുൻ മുൻ മീമ് മുൻ. ചേർത്ത് പറയുമ്പം യൗ മുൻ യൗ മുൻ യൗ മുൻ. 10 പ്രാവശ്യം ഒന്ന് റിപ്പീറ്റ്. സ്പീഡ് വായിക്കാം. യാ വ് മുൻ യവുമുൻ ആയി യവുമുൻ. അങ്ങനെ വായിക്കുക. യൗമുൻ യൗമുൻ 10 പ്രാവശ്യം. 10 പ്രാവശ്യം റിപ്പീറ്റ്. യൗമുൻ യൗമുൻ യൗമുൻ. ബാ ബി ബാ ബി. നൂന് ഇൻ. ഞാൻ ഈ നൂന് നിന്ന് പഠിച്ചായിരുന്നു നമ്മൾ. ഇനി എന്നൊന്നും പറയത്തില്ല. ബി ഇൻ ബി ഇൻ ബി ഇൻ. താ തുൻ താ തുൻ താ തുൻ. ബി ഇൻ തുൻ ബി ഇൻ തുൻ. ഇത് ചേർത്ത് വായിക്കുമ്പോൾ അങ്ങനല്ല. ബി ഇൻ തുൻ അല്ല. ബിന്ദുൻ ബിന്ദുൻ ബിന്ദുൻ. 10 പ്രാവശ്യം റിപ്പീറ്റ് റിപ്പീറ്റ്. 10 പ്രാവശ്യം റിപ്പീറ്റ്. ബിന്ദുൻ. ബാ ബി ബാ ബി. ഇത് ബാ എന്നുള്ള അക്ഷരമാണ്. ഇത് നൂനാണ്. നമ്മൾ സാധാരണ ഇങ്ങനെ കുടം പോലെ താഴോട്ട് എഴുതുമായിരുന്നു. ആ അക്ഷരമായത് നൂന്. ഇതിനെ കണ്ടാൽ ഇനി നൂനെന്ന് വായിക്കണം. ഇത് നൂനാണ്. ഇൻ ബി ഇൻ ബി ഇൻ. താ തുൻ താ. ഇത് താ തുൻ. ബിന്ദുൻ 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 ബിന്ദുൻ. 10 പ്രാവശ്യം റിപ്പീറ്റ്. ബിന്ദുൻ. സ്പീഡ് പറയണം. സ്പീഡ് പറയണം. ബിന്ദുൻ 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 ബിന്ദുൻ. അടുത്തത് യാ എന്നുള്ള അക്ഷരം. നമ്മൾ നേരത്തെ യാ എന്നുള്ള അക്ഷരം പഠിച്ചായിരുന്നു.
അതേ അക്ഷരമാണ് യാ. ഇങ്ങനെ ഒരു വര ഇങ്ങനെ ഇട്ടിട്ട് 2 പുള്ളി കൊടുത്താൽ യാ എന്ന് വായിക്കും. കണ്ടോ? അറബിൽ അങ്ങനെ ഇങ്ങനൊരു വര വരച്ചിട്ട് 2 പുള്ളി താഴെ കൊടുത്താൽ അതിന് യാ എന്ന് വായിക്കും. ഒരു വര ഇട്ടിട്ട് താഴെ 1 പുള്ളി കൊടുത്താൽ ബാ എന്ന് വായിക്കും. കണ്ടോ? ഇത് യാ 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 യാ. ഇത് ദാലാണ്. കൂട്ടക്ഷരമായിട്ട് വരുമ്പോൾ ഇങ്ങനെ എഴുതും. ഒരു ഭാഗം പൊങ്ങിയും മറുവശം താന്ന് നിൽക്കും. ഇവിടെ പൊങ്ങി നിൽക്കും, ഇവിടെ താന്ന് നിൽക്കും. ഈ അക്ഷരത്തിൻ്റെ പേരാണ് ദാല്. ദാല് നമ്മൾ പഠിച്ച ദാല്. ദാല് നമ്മൾ നേരത്തെ പഠിച്ച ദാലാണിത്. ഒന്നുകൂടെ പറയാം. ഈ അക്ഷരമാണ്, ഇത് ദാലാണ്, ഇതും ദാല്. ഇത് രണ്ടും ഒരേ അക്ഷരം തന്നെ, പുള്ളിയുടെ വ്യത്യാസമാണ്. ഇതേ അക്ഷരമാണ് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ദാല്. മറന്നു പോകരുത്. ദാല്. ദുൻ യാ ദുൻ യാ ദുൻ യാ ദുൻ യാ ദുൻ യാ ദുൻ. ഇനി യാ ദുൻ അല്ല വായിക്കേണ്ടത്. യദുൻ 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 യദുൻ. സ്പീഡ് വായിക്കണം. സ്പീഡിൽ 10 പ്രാവശ്യം, 10 പ്രാവശ്യം റിപ്പീറ്റ്. യദുൻ 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 യദുൻ. യാ യാ ദാല്. ഈ അക്ഷരത്തിൻ്റെ പേര് ദാല്. ദാല് ദാല്. മറന്നു പോകരുത്. വീണ്ടും പറയാം. യാ ദുൻ യദുൻ 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 യദുൻ. വാവ് വാവ് വാ വാവ് വാ. ലാമ് ലാ വാ ലാ വാ ലാ വാ ലാ. ഈ അക്ഷരത്തിൻ്റെ പേര് ദാല്. മറന്നു പോകരുത്. ഈ അക്ഷരം ഇത് ദാലാണ്. കൂട്ടക്ഷരമായിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുന്നത്. മനസ്സിലായോ? ഇത് ദാല്. ദാല്. മറന്നു പോകരുത്. നേരത്തെ ഒറ്റ അക്ഷരമായിട്ട് ഇങ്ങനെ എഴുതിയായിരുന്നു, അത് മാറി. കൂട്ടക്ഷരത്തിൽ ദാല്. ദാല്. വാ ല ദുൻ 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 ദുൻ. ദാല് ദുൻ. ദാല് ദുൻ. ദാല് ദുൻ. ദാല് ദുൻ. ദാല് ദുൻ. ദാല് ദുൻ. അന്നേരം വാ വാ ല ദുൻ വാ ല ദുൻ വാ ല ദുൻ. ഇനി വാ ല ദുൻ അല്ല വായിക്കണം. വലതുൻ വലതുൻ വലതുൻ. സ്പീഡിൽ 10 പ്രാവശ്യം, 10 പ്രാവശ്യം സ്പീഡിൽ വായിക്കണം. വലതുൻ 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 വലതുൻ. സ്പീഡിൽ വായിക്കണം. സ്പീഡിൽ വായിച്ചാൽ ആ വായനാശീലം നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ വെറും ഒഴുക്കനായിട്ട് വായിച്ചാൽ ആ ശീലം നമുക്ക് കിട്ടും. ഒരു അധ്യാപകൻ എങ്ങനെ പഠിപ്പിക്കുന്നു അതേപോലെ നമുക്ക് ശീലിക്കാൻ കഴിയും. അല്ല ഒരു അധ്യാപകൻ വലതുൻ വലതുൻ എന്ന് പഠിപ്പിച്ചാൽ ആ വലത് തന്നെ നമ്മൾ പറഞ്ഞ അങ്ങനെ പറയൂ. സ്പീഡ് വായിക്കണം. സ്പീഡ് വായിക്കുമ്പോൾ അതേ ശീലം നമുക്ക് കിട്ടുക. വലതുൻ. ഇനി എപ്പം കണ്ടാൽ സ്പീഡ് വായിക്കണം. സ്പീഡ് സ്പീഡ്. വലതുൻ 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 വലതുൻ. 10 പ്രാവശ്യം റിപ്പീറ്റ്. സ്പീഡ് വായിക്കുക. സ്പീഡ് സ്പീഡ്. ഞാൻ ഇവിടെ സാധാരണ ഈ കൂട്ടക്ഷരം പഠിപ്പിക്കുമ്പം ആദ്യമേ ഈ പദം എഴുതാറില്ല. എന്താണെന്നറിയോ? ആരും പഠിപ്പിക്കാറില്ല പെട്ടെന്ന്. ഇത് ഞാൻ എഴുതിയിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? ഇത് ഒരുപാട് പേരും തെറ്റായിട്ട് ഉച്ചരിക്കുന്നുണ്ട്. ഇത് അള്ളാഹു എന്നുള്ള പദമാണ്. ഒന്നുകൂടെ പറയാം. അള്ളാഹു എന്നുള്ള പദമാണ്. ഒരു അലിഫും 2 ലാമും ഹും. കണ്ടോ? ഇത് ഹ എന്നുള്ള അക്ഷരമാണ്. കൂട്ടക്ഷരമായിട്ട് വരുന്ന ഹ. മറന്നു പോകരുത്. നമ്മൾ നേരത്തെ പഠിച്ച ഹ ആണിത്. അവസാനത്തെ അക്ഷരം ഇങ്ങനെ കറക്കി എഴുതുന്ന ഒരു അക്ഷരം പഠിച്ചായിരുന്നു. ഹ. ഇത് ഹ. അന്നേരം ഇത് അലിഫിന് ഫത്തഹ് ആ. കണ്ടോ? അല്ലാഹു അല്ലാഹു. അങ്ങനെ കറപ്പിച്ചാണ് പറയേണ്ടത്. അതായത് ചിലർ തെറ്റിച്ച്, അതാ ഈ പദം ഇവിടെ എഴുതാണ്ടായിട്ട് വന്നത്. ചിലർ മുസ്ലിങ്ങൾ തന്നെ തെറ്റിച്ച് പറയും അല്ലാഹു. അങ്ങനല്ല, അങ്ങനെ പറയരുത്. അല്ല അങ്ങനെ പറയരുത്. അല്ലാന്നല്ല. നാക്ക് പാമ്പിൻ്റെ നാക്ക് പോലെ വെളിയിൽ വരരുത്. അങ്ങനെ വരരുത്. അങ്ങനല്ല. അല്ലാഹു എന്നല്ല പറയണ്ട.
അല്ലാഹു അല്ലാഹു. നമ്മുടെ നാക്ക്, ഈ നാക്ക് എൻ്റെ കയ്യിൽ മഷി ഉള്ളതുകൊണ്ട് ഞാൻ വേറൊരു വിരലാണ് ഉപയോഗിക്കുന്നത്, ചൂണ്ടുവിരലാണ് ഉപയോഗിക്കേണ്ടത്. നാക്ക്, നാവ്, ഇത് ഈ അണയിലാണ് മുട്ടുന്നത്, മുകളിലത്തെ അണയിൽ. ഈ നാക്കിൻ്റെ തുമ്പ് അറ്റം, എൻഡ്, നാക്കിൻ്റെ എൻഡ്, നാക്കിൻ്റെ എൻഡ്, ടങ്ങിൻ്റെ എൻഡ്, തുമ്പ്, മൂല, ഇവിടെയാണ് മുട്ടേണ്ടത്. അല്ലാഹു 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 അല്ലാ അല്ലാ അല്ലാഹു അല്ലാഹു അല്ലാഹു. ഇങ്ങനെ പറയരുത്. എങ്ങനെ? അല്ലാഹു അങ്ങനെ പറയരുത്. നാക്ക് വെളിയിൽ ചാടരുത്. അല്ലാഹു എന്നല്ല പറയണ്ട, അല്ലാഹു. ഇങ്ങനെ കനപ്പിച്ച് പറയണം. അല്ലാഹു 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 അല്ലാഹു. ചില ഹൈന്ദവ സഹോദരന്മാരും ഈ പദത്തെ തെറ്റായിട്ട് ഉച്ചരിക്കാറുണ്ട്. എന്നാൽ ചോദിക്കുക, അവർക്കിത് അവർക്കൂടെ പഠിക്കാൻ വേണ്ടിയാണ്. ഒരു ഭാഷ പഠിക്കുമ്പം ഇതെങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്? അല്ലാഹു എന്ന് പറയാറുണ്ട് ഹൈന്ദവ സഹോദരന്മാർ. അല്ലാഹു എന്ന് പറയും. ആ പദമായത് അല്ലാഹു എന്നല്ല പറയേണ്ടത്. പിന്നെ എങ്ങനെ? ഈ നാക്കിന് ഈ മുകളിലത്തെ അണയിൽ ഇവിടെ നമ്മുടെ നാക്ക് മുകളിലത്തെ അണയിൽ മുട്ടിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് പറഞ്ഞിട്ട് കനപ്പിച്ച് പറഞ്ഞു അല്ലാഹു അല്ലാഹു അല്ലാഹു. മുസ്ലിങ്ങളും ചിലത് തെറ്റിച്ച് പറയാറുണ്ട്. പാമ്പ് നാക്ക് നീട്ടുന്ന പോലെ അല്ലാഹു അല്ലാഹു ഇങ്ങനെ പറയരുത്. കിടക്കരുത്, ചാടരുത്. അല്ലാഹു അല്ലാഹു അല്ലാഹു. കനപ്പിച്ച് പറയണം. ഫുൾ വോളിയം, ഫുൾ ശബ്ദം, ഫുൾ വോളിയം, ഫുൾ വോളിയം. അല്ലാഹു 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 അല്ലാഹു. മുസ്ലിങ്ങളുടെ ദേവൻ്റെ പേര്, ദൈവത്തിൻ്റെ പേരാണ് ഈ അല്ലാഹു എന്നുള്ളത്. മനസ്സിലായോ? അന്നേരം ഇനി ഹൈന്ദവ സഹോദരന്മാരും ഇത് ഉപയോഗിക്കും. ഇത് പറയുമ്പം അല്ലാഹു എന്ന് പറയരുത്. പിന്നെ എങ്ങനെ പറയണം? സഹോദരന്മാരെ, ഇത് ഭാഷ പഠിപ്പിക്കലാണ്. കാരണം ഇത് മതം പഠിപ്പിക്കലല്ല. നമ്മൾ ഉച്ചാരണം കറക്റ്റാകാൻ വേണ്ടിയായി പറയുന്നത്. നമുക്ക് ഏതായാലും പറയുമ്പം അതൊന്ന് വ്യക്തമായിട്ടൊന്ന് ഉച്ചരിക്കണമല്ലോ, അതിനു വേണ്ടിയാണ്. അല്ല നിങ്ങളെ ഇസ്ലാം മതത്തിലോട്ടങ്ങ് ചേർക്കാനല്ലത്. പ്രത്യേകം ഞാൻ പറയുകയാണ്, ഇസ്ലാം മതത്തിലേക്ക് ചേർക്കാൻ വേണ്ടിയല്ല ഈ ഭാഷ പഠിപ്പിക്കുന്നത്. നിങ്ങളെല്ലാവരും ഉച്ചരിച്ച് ശീലിക്കുമ്പോൾ കറക്റ്റായിട്ട് ഉച്ചരിക്കുക. എന്നാൽ ഇനി അല്ലാഹു എന്ന് പറയരുത്. അല്ലാഹു എന്നല്ല പറയേണ്ടത്. മുസ്ലിങ്ങളും അല്ലാത്തവരും പറയേണ്ട. പിന്നെ എങ്ങനെ പറയും? അല്ലാഹു അല്ലാഹു. കണ്ടോ? നാക്കിങ്ങനെ ചേർത്ത് അല്ലാഹു അല്ലാഹു. ഈ നാക്ക് ഇവിടെ മുട്ടണം. ഈ ടങ് ഇവിടെ മുട്ടണം. അല്ലാഹു 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 അല്ലാഹു. കനപ്പിച്ച് പറയണം. ഫുൾ വോളിയം, ഫുൾ ശബ്ദം. അല്ലാഹു 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 അല്ലാഹു. മുസ്ലിങ്ങൾ തന്നെ ഒരുപാട് യാതൊരു കുലബന്ധവുമില്ലാത്ത രീതിയിലാണ് അവരൊക്കെ കേൾക്കുന്നത്. തെറ്റാത്. അതിനു വേണ്ടിയാണ് ഇതിപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ,
കൂട്ടക്ഷരത്തിൽ ആദ്യം പഠിപ്പിക്കുന്ന ഒരു പദമല്ലിത്. പിന്നെ ഞാൻ ആദ്യം എടുത്തു പറഞ്ഞത് അവർ ഖുർആനൊക്കെ ഓതുമ്പോഴും ഈ പിന്നെ അള്ളാഹു എന്ന് പറയുന്ന നാക്ക് വെളിയിലൊക്കെ ചാടിച്ച് പറയും. അങ്ങനെ പറയരുത്. അന്നേരം പറയേണ്ടത് അല്ലാഹു അല്ലാഹു അല്ലാഹു, ഫുൾ വോളിയം അല്ലാഹു 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 അല്ലാഹു, ഫുൾ വോളിയം കൊടുത്ത് പറയണം. അല്ലാഹു 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 അല്ലാഹു. കാരണം ധാരാളം മുസ്ലിങ്ങളും ഈ പദം തെറ്റായിട്ട് ഉച്ചരിക്കുന്നുണ്ട്. ചില അധ്യാപകർ പോലും തെറ്റായിട്ട് പഠിപ്പിക്കുന്നതായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് എടുത്തെടുത്ത് ആവർത്തിച്ച് പറയുന്നത്. കാരണം ഇനി അത് ആ ഒരു തെറ്റ് നമുക്ക് വരരുത്. ഞാനാരെയും കുറ്റപ്പെടുത്തുമല്ല. നമ്മളെല്ലാവരും പഠിക്കണം, എല്ലാവരും പഠിക്കണം. ജാതി മത ഭേദമന്യേ എല്ലാവരും പഠിക്കണം. എല്ലാ സ്കൂൾ കുട്ടികളും പഠിക്കണം. എൻ്റെ ഈ ക്ലാസ്സിൽ ജാതി മത ഭേദമന്യേ എല്ലാവരും പഠിക്കണം. എല്ലാ കുട്ടികളും, എല്ലാ സ്കൂൾ കുട്ടികളും പഠിക്കണം. ഭാഷ പഠിക്കല, ഇത് മതം പഠിപ്പിക്കലല്ല. ഇവിടുത്തെ ലക്ഷ്യം അതല്ല. ഞാനൊരു മതത്തിൽ മുസ്ലിമാണ്, ഞാൻ ഇസ്ലാം മതത്തിലേക്ക് നിങ്ങളെ ചേർക്കാനല്ല. ഇത് ഭാഷ പഠിക്കല. നിങ്ങളിത് കംപ്ലീറ്റ് ഭാഷ പഠിക്കുക. നല്ല ഉച്ചാരണം എന്ന് പറഞ്ഞാൽ അതിശക്തമായ ഉച്ചാരണം, നല്ലതായ എഴുത്ത്, നല്ലതായ വായന, ഇത് മൂന്ന് നിങ്ങൾക്ക് ക്ലിയറാക്കി തരും. ഞാൻ തരും. ആദ്യത്തെ ആ സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ ഇത്രയൊന്നും കിടന്ന് നിങ്ങൾ തന്നെ വിചാരിക്കും ഈ അറബ് ഭാഷയ്ക്ക് ഇത്രയും കട്ടിയാകുന്ന ഇത്ര ബുദ്ധിമുട്ടാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കൂടുതൽ കുറേ ആവർത്തിച്ച് ആ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി എന്തുവാ, ഇനി നമ്മൾ സ്പീഡ് അക്ഷരങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പോവുക സ്പീഡിൽ. ഇനി എപ്പോഴും അക്ഷരം പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇനി ആ സ്പീഡിൽ വായിക്കും. നിങ്ങളുടെ ഓരോരുത്തരുടെയും അവസ്ഥകൾ മനസ്സിലാക്കി, കഴിവുകൾ മനസ്സിലാക്കി, പ്രായം മനസ്സിലാക്കി, പക്വത മനസ്സിലാക്കിയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. എൻ്റെ വിദ്യാഭ്യാസം ഞാൻ പഠിപ്പിക്കുന്നത് അങ്ങനെ. എല്ലാ ഭാഗം കൂടെ മനസ്സിലാക്കി വെച്ചുകൊണ്ടാണ് ഇത് കൂടുതൽ മുസ്ലിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇപ്പോൾ ഇത് പറഞ്ഞത്. കാരണം അവർ തെറ്റിച്ച് പറയുന്നുണ്ട് കുറേ ആളുകൾ. അത് ഇനി വരരുത്. അതിന് ഇത് കനപ്പിച്ച് ഒന്നുകൂടെ പറയാണ്. അല്ലാഹു 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 അല്ലാഹു. അതുകൊണ്ട് ഇനി ഹൈന്ദവ സഹോദരന്മാർ പറയുമ്പോൾ അല്ലാഹു എന്ന് പറയരുത്. ഇപ്പം മനസ്സിലായല്ലോ ഈ പദം എങ്ങനെയാണ് പറയേണ്ടതെന്ന്. മുമ്പ് നിങ്ങളാരും പരിചയപ്പെടുത്താനില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ അല്ലാഹു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അല്ലാഹു എന്നല്ല പറയേണ്ടത്. പിന്നെ എങ്ങനെ പറയും? അല്ലാഹു അല്ലാഹു. ഫുൾ വോളിയം, ഫുൾ ശബ്ദം കയറ്റി പറയും. അല്ലാഹു 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 അല്ലാഹു. ഇത് ഫ ഫ ഫ ഫ ഫ ഫ ഫ ഫ. മീമ്, ഇത് മീമ് മുൻ, മീമ് മുൻ,
മീമ് മുൻ മീമ് മുൻ ഫ മുൻ ഫ മുൻ ഫ മുൻ ഫ മുൻ ഫ മുൻ. ഇനി ഫ മുൻ അല്ല വായിക്കണം. ഫമുൻ 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 ഫമുൻ. സ്പീഡിൽ 10 പ്രാവശ്യം റിപ്പീറ്റ്. ഫമുൻ 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 ഫമുൻ. ഒന്നുകൂടെ. ബ ബ യ യ ബ യ തുൻ ത. ബയത്തുൻ നല്ല വായിക്കണം. ബൈത്തുൻ ബൈത്തുൻ ബൈത്തുൻ. സ്പീഡിൽ 10 പ്രാവശ്യം റിപ്പീറ്റ്. ബൈത്തുൻ 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 ബൈത്തുൻ. സ്പീഡ് വായിക്കുക. ബൈത്തുൻ ബൈത്തുൻ ബൈ ബൈത്തുൻ ബൈത്തുൻ ബൈത്തുൻ. ലാമ് ല ബ ബ ല ബ ല ബ നുൻ നുന് നുന് നുൻ ല ബ നുൻ. ഇനി ല ബ നുൻ വായിക്കുക. ലബനുൻ ലബനുൻ ലബനുൻ. 10 പ്രാവശ്യം സ്പീഡ് ആയി. ലബനുൻ 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 ലബനുൻ. സ്പീഡ് വായിക്കും. ജീമ് ദ ജീമ്. ഇത് ജീമ് മറന്നു പോകരുത്. ഇങ്ങനെ എഴുതുമായിരുന്നു ജീമിനെ. ഇങ്ങനെ എഴുതി ഇങ്ങനെ വന്ന് ഇത് ജീമാണ്. ഇത് ജീമ് ദ ബ ബ ജ ബ ജ ബ ലാമ് ലുൻ ജ ബ ലുൻ ജ ബ ലുൻ ജ ബ ലുൻ. ജബലുൻ 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 ജബലുൻ. സ്പീഡ് വായിക്കണം. സ്പീഡ് വായിക്കുക. ജബലുൻ ജബലുൻ. സ്പീഡ് 10 പ്രാവശ്യം റിപ്പീറ്റ്. സ്പീഡ് വായിക്കും. ജബലുൻ 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 ജബലുൻ. ജീമ് ജ ജീമ് ജ യാ. ഇത് യാ ആണ്. 2 പുള്ളി താഴെ ഉള്ളത് യാ. മറന്നു പോരുത്. യാ ജീമ് യാ ജീമ് ജ യാ യ ജ യ ജ യ. 2 കൂടെ ചേർത്ത് പോയാൽ ജയ് എന്നല്ല വായിക്കാം. ജയ് 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 ജയ്. സ്പീഡ് വായിക്കാം. ബ ബുൻ ജയ്ബുൻ 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 ജയ്ബുൻ. സ്പീഡ് വായിക്കും. 10 പ്രാവശ്യം റിപ്പീറ്റ്. ജയ്ബുൻ 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 ജയ്ബുൻ. യാ 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 വാവ് വ് യാ വ് യാ വ് യാ വ്. മീമ് മുൻ മീമ് മുൻ മീമ് മുൻ യാ വ് മുൻ. ഇനി യമുമുൻ വായിക്കത്തില്ല. യൗമുൻ യൗമുൻ യൗമുൻ. സ്പീഡ് 10 പ്രാവശ്യം റിപ്പീറ്റ്. സ്പീഡ് യൗമുൻ 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 യൗമുൻ. ബ ബി ബ ബി ബ ബി ബ ബി. നൂന് നൂന്. ഇതിൻ്റെ പേരാ നൂന്. ഇങ്ങനെ ഒരു വരയിട്ടിട്ടൊരു പുള്ളി കൊടുക്കത്തേ ഉള്ളൂ. ഇത് നൂന് നൂൻ. ബി ഇൻ ബി ഇൻ ബി ഇൻ ബി ഇൻ ബി ഇൻ ബി ഇൻ. താ തുൻ താ തുൻ ബി ഇൻ തുൻ. ഇനി ബി ഇൻ തുൻ വായിക്കില്ല. ബിന്ദുൻ 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 ബിന്ദുൻ. 10 പ്രാവശ്യം സ്പീഡ് വായിക്കണം. 10 പ്രാവശ്യം റിപ്പീറ്റ്. ബിന്ദുൻ 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 ബിന്ദുൻ.
ഹിന്ദുൻ ലിന്ദുൻ. യാ 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 യാ. ദാല് ഇത് മറന്നു പോരുത്. കൂട്ടക്ഷരമായിട്ട് എഴുതുമ്പം പദത്തിൻ്റെ അവസാനം വരുമ്പോൾ യാ ഇത് ദാല്, ഇത് ദാല് മറന്നു പോരുത്. ദാല് ദാല് ഇതാണ് ദാല്. പദത്തിൻ്റെ അവസാനം എഴുതുമ്പോൾ ദാല് ഇങ്ങനെ ഇരിക്കും. ദാലും ദാലും ഒക്കെ ഇങ്ങനെ ഇരിക്കും. പുള്ളി കൊടുക്കുമ്പോൾ ദാല്. അപ്പം ദുൻ ദാല് ദുൻ ദാല് ദുൻ. യാ ദുൻ യാ ദുൻ യാ ദുൻ യാ ദുൻ യാ ദുൻ. സ്പീഡ് വായിക്കാം. യദുൻ 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 യദുൻ. സ്പീഡ് 10 പ്രാവശ്യം. യദുൻ 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 യദുൻ. അടുത്തത് വാവ് വ ലാമ് ല വാ ല വാ ല വാ ല വല. ദാല് 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 ഇതിൻ്റെ പേരാണ് ദാല്. ദാല് ഇതിൻ്റെ പേര് ദാല്. മറന്നുപോയത് വീണ്ടും പറയാണ്. വാ ല ദുൻ വലതുൻ വലതുൻ. സ്പീഡ് 10 പ്രാവശ്യം പറഞ്ഞേ. വലതുൻ 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 വലതുൻ. സ്പീഡ് 10 പ്രാവശ്യം. 10 പ്രാവശ്യം റിപ്പീറ്റ്. വലതുൻ 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 വലതുൻ. അടുത്തത് അല്ലാഹു അല്ലാഹു അല്ലാഹു. ഒന്ന് കനപ്പിച്ച് പറഞ്ഞേ. അല്ലാഹു 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 അല്ലാഹു. കനപ്പിച്ച് പറയണം. 10 പ്രാവശ്യം പറയണം. 10 പ്രാവശ്യം റിപ്പീറ്റ് റിപ്പീറ്റ്. ഫുൾ വോളിയം 10 പ്രാവശ്യം റിപ്പീറ്റ്. സ്പീഡിൽ പറഞ്ഞ അല്ലാഹു അല്ലാഹു. ഫ ഫ ഫ ഫ ഫ എന്നുള്ള അക്ഷരം ഇത്. ഫ മീമ് മുൻ ഫ മുൻ ഫ മുൻ ഫ മുൻ ഫ മുൻ ഫ മുൻ ഫ മുൻ ഫമുൻ 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 ഫമുൻ. 10 പ്രാവശ്യം റിപ്പീറ്റ്. ഫമുൻ 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 ഫമുൻ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു.